ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഫെയർ എവർ ബ്യൂട്ടി ലിഫ്റ്റ് ഫേസ് ക്രീമിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു ക്രീം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ഉപയോഗിക്കണം, ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ പഴയ ഫെയർ ആൻഡ് ലവ്ലി പോലെ ഇരിക്കും. ഇപ്പോഴും ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പാക്കേജാണിത്. ഇതിൻ്റെ പേര് ഫെയർ എവർ, അത് ഫെയർ ആൻഡ് ലവ്ലി. ഈ ക്രീം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചില ആൾക്കാർക്ക് ചില ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഫേസിൽ ഇങ്ങനെ ഗ്രീസി ഫീൽ ഉണ്ടാവും, അതായത് ഒരു ഓയിലി ആയിട്ടിരിക്കും. ഇത് ഉപയോഗിച്ചാൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റേത് ഓയിലി സ്കിന്നാണ്. ഞാനും ഈ ഒരു ക്രീം ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. ഒട്ടും തന്നെ ഗ്രീസി ഫീലില്ല. അതുപോലെ തന്നെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. അതാണ് ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഈ ഒരു ക്രീമിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് സ്നോ മഷ്റൂമും അതുപോലെ തന്നെ ബയോ ആക്റ്റീവ് പ്രോട്ടീനുമാണ്. അതുപോലെ തന്നെ 2 ഷെയ്ഡ്സ് ബ്രൈറ്റർ സ്കിൻ വിത്ത് ഡീപ്പ് നറിഷ്മെൻ്റ് ആണ്. ഈ ക്രീം നമ്മുടെ സ്കിന്നിൻ്റെ 2 മടങ്ങ് ബ്രൈറ്റനിങ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്നതാണ്, സ്കിൻ വൈറ്റനിങ് ക്രീം അല്ല. ഈ ഒരു ക്രീം 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഏതൊരു ക്രീമും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഏതൊരു ക്രീമും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഏത് ക്രീമാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഞാനിപ്പോൾ വാങ്ങിച്ചത് ഇതുപോലത്തെ ചെറിയ സാഷി പാക്കറ്റാണ്. ഇങ്ങനത്തെ സാഷി പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വലിയ പാക്കറ്റ് വാങ്ങി ഉപയോഗിക്കുക. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലും വാങ്ങിക്കാൻ സാധിക്കും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം വേറെ വാങ്ങിച്ചാൽ മതി. അഥവാ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ 10 രൂപയല്ലേ പോകത്തുള്ളൂ. ഈ ഒരു ക്രീം ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പുറത്ത് പോകുമ്പോൾ, അതായത് ഡേ ടൈമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മാത്രമേ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ഈ ഒരു ക്രീം നൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നൈറ്റ് ക്രീമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മുഖവും കഴുത്തും നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം എത്രയാണോ ഈ ഒരു ക്രീം ആവശ്യം അത്രയും എടുത്തിട്ട് മുഖത്തും കഴുത്തിലും ചെറിയ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. രാവിലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്രീമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രീം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം.